സഹോദരങ്ങളെ, പ്രാർത്ഥനയുടെ മാസമാണല്ലോ വിശുദ്ധ റമദാൻ. വിശ്വാസികൾ ഏത് കാലത്തും ആത്മാർത്ഥമായി പ്രാർത്ഥനകൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. എന്നാൽ വിശുദ്ധ റമദാനാകുമ്പോൾ പ്രാർത്ഥനകൾ അവർ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. കാരണം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വ്രതാനുഷ്ഠാനത്തിൻ്റെയും റമദാനിൻ്റെയും ഒക്കെ വിധിവിലക്കുകളും പ്രാധാന്യങ്ങളുമൊക്കെ പറയുന്നതിൻ്റെ ഇടക്കാണല്ലോ ദുആഇനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതുകൊണ്ട് ഈ മാസത്തിൽ ഏറെ പ്രാധാന്യമുണ്ട് ദുആക്ക്. എന്നാൽ നമ്മുടെ ദുആകൾ പലപ്പോഴും നമ്മൾ പലരും പങ്കുവെക്കാറുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ എത്രയോ കാലമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു, എത്രയോ ദീർഘമായി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, എൻ്റെ ആവശ്യങ്ങളൊന്നും നിറവേറ്റപ്പെട്ട് കാണുന്നില്ല, ഞാൻ എന്താണ് അതിന് ചെയ്യേണ്ടത് എന്നിങ്ങനെ പലപ്പോഴും ആളുകൾ ആശങ്കാകുലരായി മാറാറുണ്ട്. സഹോദരങ്ങളെ, പ്രാർത്ഥന നിർവഹിക്കുന്ന വ്യക്തി വളരെ കരുത്തനായിരിക്കണം എന്നുള്ളതാണ് പ്രാഥമികമായി ആ വിഷയത്തിൽ ഞാനും നിങ്ങളും അറിയേണ്ടത്. അത് ഈമാനികമായ കരുത്താണ്. സുഹൃത്തുക്കളെ, മഹാന്മാരായ പണ്ഡിതന്മാർ ദുആഇനെ സംബന്ധിച്ച് വളരെ വിശദമായി പ്രതിപാദിച്ചപ്പോഴെല്ലാം അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ദുആ എന്ന് പറയുന്നത് ഒരു ആയുധത്തോടാണ് അതിനെ ഉപമിക്കാവുന്നത്. ഒരായുധം അത് വളരെ മൂർച്ചയുള്ള ആയുധമാണെങ്കിലല്ലേ അത് ഫലപ്പെടുകയുള്ളൂ. ഇവിടെ പ്രാർത്ഥനയെ നമ്മൾ ആയുധത്തോട് ഉപമിക്കുമ്പോൾ ആ ആയുധത്തിന് മൂർച്ചയുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം നാം പ്രാർത്ഥിക്കാൻ തിരഞ്ഞെടുക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിർദ്ദേശിച്ച് തന്ന ആ പരിധിയിൽ ഒതുങ്ങുന്ന, നിയമങ്ങളിൽ ഒതുങ്ങുന്ന പ്രാർത്ഥനകളും അതുപോലെ തന്നെ രക്ഷാ തേട്ടങ്ങളുമാണ്. അപ്പം നമ്മുടേതായ ദുആകളും നമ്മുടെ കാവൽ തേട്ടങ്ങളും എല്ലാം നമുക്ക് യാതൊരു സംശയവുമില്ല, അതെല്ലാം നല്ല മൂർച്ചയുള്ള ഒരു ആയുധം തന്നെയാണ്. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമായില്ലല്ലോ. ആയുധത്തിന് മൂർച്ചയുണ്ട്, അത് അള്ളാഹു പഠിപ്പിച്ചതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. അതിൻ്റെതായ നിയമങ്ങളിൽ നിന്ന് പുറത്തു പോകാത്ത പ്രാർത്ഥനകളാണ്. അതുകൊണ്ട് ആ പ്രാർത്ഥനകൾക്കും രക്ഷാതേട്ടങ്ങൾക്കുമൊക്കെ നല്ല മൂല്യമുണ്ട്, നല്ല മൂർച്ചയുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷെ അതുകൊണ്ട് മാത്രമായില്ല. ആ ആയുധം പ്രയോഗിക്കുന്ന ഒരു വ്യക്തിയുടെ കൈ നല്ല കരുത്തുറ്റതായിരിക്കണം. ആയുധം അത് കൃത്യമായി അതടിക്കേണ്ടിടത്ത്, അത് പ്രയോഗിക്കേണ്ടിടത്ത് കൃത്യമായി പ്രയോഗിക്കുവാനുള്ള നല്ല ശക്തിയുള്ള കരങ്ങളായിരിക്കണം ആ ആയുധം ഏന്തേണ്ടത് എന്നുള്ളതാണല്ലോ. ഇതിനെ സംബന്ധിച്ചാണ് പണ്ഡിതന്മാർ പറഞ്ഞ ഉപമയെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരായുധം അതിന് യാതൊരു ന്യൂനതയുമില്ലാത്ത നിലക്ക് അത് സമ്പൂർണമായ ഒരായുധമായിരിക്കുന്നിടത്തോളം കാലം, അതുപോലെ തന്നെ ആ ആയുധം എടുത്ത് പ്രയോഗിക്കുന്ന കൈ നല്ല കരുത്തുറ്റ കൈയാണ്, ആ കൈ നല്ല ശക്തമായ കൈകളുമാണെങ്കിൽ അതിന് ആ ആയുധത്തിൻ്റെ പ്രയോഗം ശരിയായിടത്ത് അത് എത്തേണ്ടുന്നതിന് തടസ്സമാകുന്ന യാതൊരു നിലക്കുള്ള തടസ്സങ്ങളും ഇല്ലാതിരിക്കുകയും ചെയ്താൽ അത് പ്രയോഗിക്കുമ്പോൾ ശക്തമായ നിലക്ക് നമുക്കതിൻ്റെ സ്വാധീനം പ്രകടമായി ഫലപ്രദമായി നമുക്ക് കാണുവാൻ സാധിക്കും. അതേ അവസരത്തിൽ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു കാര്യത്തിൽ തളർച്ച സംഭവിച്ചാൽ, ഒന്നുകിൽ നമ്മൾ പ്രയോഗിക്കുന്ന ആയുധം മൂർച്ചയില്ല, അത് തെറ്റായ നിലക്കുള്ളതായിരുന്നു, അതല്ലെങ്കിൽ പ്രയോഗിക്കുന്ന നമ്മുടെ കൈകൾ തളർന്നതാണ്, ശക്തിയുള്ളതല്ല, പ്രയോഗിക്കാൻ അറിഞ്ഞുകൂടാ, ഈ നിലക്കുള്ള ഏതെങ്കിലും വിധത്തിൽ പോരായ്മകൾ വന്നു പോയാൽ ആ ആയുധപ്രയോഗം നിഷ്ഫലമാകും, ഫലപ്രദമാകാതെ പോകും എന്നുള്ളതുപോലെ ഇത്തരത്തിലുള്ള പ്രാർത്ഥനകളും നിഷ്ഫലവും നിരർത്ഥകവും ഫലപ്രദമാകാതെ പോവുകയും ചെയ്യുന്ന ഒരവസ്ഥ സംജാതമാകും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ചില കാര്യങ്ങൾ ചുരുക്കി പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനകൾ വളരെ കൃത്യമായി നല്ല ശക്തമായ കരങ്ങൾ അഥവാ നമ്മുടെ ഹൃദയം നല്ല ശക്തിയുള്ള ഈമാനാണ് ഒന്നാമതായിട്ടുണ്ടായിരിക്കേണ്ടത്. പ്രയോഗിക്കുന്ന ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ മനസ്സിൽ ഇഖ്ലാസാണ് ഒന്നാമത്തെ ശക്തിയായി നമ്മിൽ നിലനിൽക്കേണ്ടത്. എന്താണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്? ആത്മാർത്ഥമായിട്ടായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്. എന്താണ് പ്രാർത്ഥനയിലെ ഇഖ്ലാസ്, ആത്മാർത്ഥത എന്ന് പറയുന്നത്?
ഞാൻ തേടപ്പെടുന്ന അഥവാ ഞാൻ ആരോടാണോ പ്രാർത്ഥിക്കുന്നത്, അഥവാ റബ്ബുൽ ആലമീൻ, ആ റബ്ബുൽ ആലമീൻ ഞാൻ എന്ത് ചോദിച്ചാലും എനിക്ക് തരാൻ മാത്രം, എല്ലാം കേൾക്കുകയും കാണുകയും അറിയുകയും അതിന് എനിക്ക് പ്രത്യേകമായി ഉത്തരം നൽകുവാൻ അവൻ്റെ ഖജനാവ് വിശാലമാണ്, എല്ലാത്തിനും അവന് കഴിവുണ്ട് എന്ന ദൃഢമായ വിശ്വാസം, സംശയത്തോടെ ആയിരിക്കാൻ പാടില്ല, ദൃഢമായ വിശ്വാസം. എൻ്റെ റബ്ബ് എനിക്ക് ഉത്തരം തരും. ആ നിലക്ക് എൻ്റെ റബ്ബ് മാത്രമേ, അവനെക്കൊണ്ട് മാത്രമേ എൻ്റെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ എന്ന ഉറച്ച വിശ്വാസമാണ് ഇഖ്ലാസിൻ്റെ ആദ്യപടി. അതോടൊപ്പം ആ പ്രാർത്ഥന മറ്റാരും കാണാനോ മറ്റാരെയെങ്കിലും കേൾപ്പിക്കാനോ ഒരു നിലക്കും അതിൽ മറ്റുള്ളവർ കാണുക കേൾക്കുക എന്നുള്ള ഒരു ഭൗതികമായ ഒരു നേട്ടം, മറ്റെന്തെങ്കിലും ഒരു നേട്ടം ലാക്കാക്കുകയോ ലക്ഷ്യമാക്കുകയോ ചെയ്യാനും പാടില്ല. ആ നിലയ്ക്ക് ഇഖ്ലാസ് ആയിരിക്കണം ഒന്നാമതായി നമ്മിൽ നിലനിൽക്കേണ്ടത്. ഇനി രണ്ടാമതായി നാം പ്രാർത്ഥിക്കുന്നവരിൽ ഉണ്ടായിരിക്കേണ്ട രണ്ടാമത്തെ ഗുണം, പരിപൂർണമായും അവൻ തിന്മകളിൽ നിന്ന് റബ്ബിനോട് ഖേദിച്ചു മടങ്ങണം. സുഹൃത്തുക്കളെ, നമ്മളൊക്കെ മനുഷ്യരല്ലേ? ഈ വിശുദ്ധ റമദാനിൽ വലിയ പ്രതീക്ഷയാണ് നമ്മുടെ മുമ്പിലുള്ളത്. നമുക്ക് അല്ലാഹു തൗഫീഖ് തന്നു. ഞാൻ നേരത്തെ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. 30 ലക്ഷത്തോളം ആളുകൾ മരണപ്പെട്ടു പോയ ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് അല്ലാഹു ഹയാത്ത് നൽകിയത്, ജീവൻ നൽകിയത് നാം ഏറെ വിശുദ്ധരായതുകൊണ്ടൊന്നുമല്ല, നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള പാപത്തിൻ്റെ കറകളെ പരിപൂർണമായും ഒന്ന് ശുദ്ധീകരിച്ച് സ്ഫുടം ചെയ്തെടുക്കുവാനുള്ള ഒരവസരം നമുക്ക് തന്നിരിക്കുകയാണ്. ആത്മാർത്ഥമായും റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങി സർവ്വ തിന്മകളിൽ നിന്നും മനസ്സ് ശുദ്ധീകരിക്കപ്പെട്ട നിലക്ക് ഇനി തിന്മകൾ ചെയ്യാത്ത ഒരു സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോകുമെന്ന ദൃഢനിശ്ചയത്തോടെ അള്ളാഹുവിനോട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടേതായ ആവശ്യങ്ങൾ അവൻ്റെ മുമ്പിൽ വെക്കണം. അങ്ങനെ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കപ്പെടും, നമ്മുടെ പ്രതീക്ഷകൾ നമുക്ക് പൂവണിയും എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ മൂന്നാമതായി നമ്മൾ ഉണ്ടായിരിക്കേണ്ടുന്ന ഗുണം, വളരെ ആത്മാർത്ഥമായി എന്ന് നേരത്തെ പറഞ്ഞതുപോലെ വിനീതമായ മനസ്സോടുകൂടെ, ഭയഭക്തി നിറഞ്ഞു നിൽക്കുന്ന മനസ്സോടുകൂടി, പേടിയോടെ എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടാതെ പോകുമോ എന്ന ഭയത്തോടെ, എന്നാൽ എൻ്റെ റബ്ബ് എന്തും എനിക്ക് തരാൻ കഴിവുള്ളവനാണ് എന്ന ശുഭപ്രതീക്ഷയോടെ, അതുപോലെ തന്നെ ആഗ്രഹത്തോടെയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. ശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, നിങ്ങൾ വലിയ ഒച്ചയും ബഹളവുമൊന്നും ഉണ്ടാക്കാതെ ഉദ്ഉ റബ്ബക്കും തദർറുഅൻ വഖുഫിയ, നിങ്ങൾ വളരെ വിനീതരായി വിനയത്തോടെ നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് പ്രാർത്ഥിക്കുവീൻ, സ്വകാര്യമായി പ്രാർത്ഥിക്കുവീൻ. അല്ലാഹു തആല പ്രാർത്ഥനയിൽ അതിര് കവിയുന്നവരെ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് കൃത്യമായി തന്നെ ഇസ്ലാം പറഞ്ഞത്. അപ്പോൾ നമ്മൾ അവിടെയും ഇവിടെയുമൊക്കെയായി നമ്മുടെ മനസ്സുകൾ വ്യാപരിച്ച് വെറുതെ കൈകൾ ഉയർത്തി കൃത്യമായ നിലക്കുള്ള ഒരു ചിന്തയില്ലാതെ ചൊറിഞ്ഞും മാന്തിയുമൊക്കെ, അതല്ലെങ്കിൽ മറ്റെവിടേക്കെങ്കിലും കണ്ണയച്ച് അശ്രദ്ധമായിട്ടൊക്കെയല്ല പ്രാർത്ഥിക്കേണ്ടത്. വളരെ വിനീതമായി ഇത് സ്വീകരിക്കണം, എൻ്റെ റബ്ബ് സ്വീകരിക്കണം എന്ന നിലക്ക് അവനിലേക്ക് കൃത്യമായ നിലക്ക് നല്ല ആത്മാർത്ഥതയോടെ, അതുപോലെ തന്നെ ഭയത്തോടെ, ഭക്തിയോടെ, വിനയപുരസ്സരം റബ്ബിനോട് തേടിക്കൊണ്ടിരിക്കണം. നാലാമതായി ശ്രദ്ധിക്കേണ്ടത്, ആവർത്തിച്ചാവർത്തിച്ച് ചോദിക്കാം അള്ളാഹുവിനോട്, അള്ളാഹുവേ എനിക്ക് തരണേ, എനിക്ക് തരണേ എന്ന് ഒരിക്കലൊന്നുമല്ല, പലവട്ടം നമുക്ക് ആവർത്തിക്കാം. അതിലൊരു മടുപ്പും നമുക്ക് അനുഭവപ്പെടേണ്ടതില്ല. മടുത്തു, ഞാൻ ചോദിച്ച് ചോദിച്ച് മടുത്തു എന്ന് നമ്മുടെ മനസ്സിൽ ഒരിക്കലും ഉണ്ടാകരുത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യുഅ്ജിബുഹു അൻ യദ്ഉവ സലാസൻ വയസ്തഗ്ഫിറ സലാസ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പലവിധ പ്രാർത്ഥനകളും ഇസ്തിഗ്ഫാറും ഒക്കെ അത് 2-3 വട്ടമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിക്കാറുണ്ട് എന്ന്. അപ്പോൾ അതും നമുക്ക് ഒരിക്കൽ പറഞ്ഞില്ലേ, ഇനിയിപ്പോൾ അത് ചോദിക്കണ്ട, അള്ളാഹുവിന് ഇഷ്ടാവോ? ഇഷ്ടമാവും. കൂടുതൽ തവണ ആവർത്തിക്കുന്നത് അവന് ഇഷ്ടമാണ്. ഇതും നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുവാൻ ഏറ്റവും പര്യാപ്തമായ ഒരു കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. അഞ്ചാമതായി സൂചിപ്പിക്കുവാനുള്ളത്, സഹോദരങ്ങളെ, പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളുമുള്ള സാഹചര്യത്തിൽ മാത്രം പ്രാർത്ഥിക്കുക. അല്ലാത്ത അവസരങ്ങളിലൊക്കെ പ്രാർത്ഥനയൊന്നും ആവശ്യമില്ല, ഇപ്പം എനിക്ക് അത്യാവശ്യം തിരക്കേടൊന്നുമില്ല എന്ന ഒരു സ്വയം പര്യാപ്തനാണ് ഇപ്പോൾ ഞാൻ, എനിക്കിപ്പോൾ ആരോടും ഒന്നും വിധേയത്വമൊന്നുമില്ല, ഇപ്പം
അങ്ങനെ അള്ളാഹിനോട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇപ്പൊ കുറച്ച് നല്ല സമാധാനത്തിലും സന്തോഷത്തിലൊക്കെ അല്ലേ, അതൊക്കെ ബുദ്ധിമുട്ടും പ്രയാസവും വരുമ്പോഴല്ലേ ദ്വാർക്കലും അതിനുവേണ്ടി ഇരിക്കലും ഒക്കെ എന്നൊരു ചിന്തയുണ്ടാകരുത്. നമുക്ക് നല്ല സന്തോഷവും ആഫിയത്തും ഒക്കെയുള്ള സമയത്ത് ധാരാളം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. ധാരാളമായി അള്ളാഹുവിനോട് സന്തോഷഘട്ടങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം, അവനെ ഓർത്തുകൊണ്ടേയിരിക്കണം. എങ്കിലേ സന്താപഘട്ടത്തിൽ അവൻ നമ്മെ കൈവിടാതെ നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ട രൂപത്തിലുള്ള ഉത്തരം അവൻ നമുക്ക് നൽകുകയുള്ളൂ. ഈ കാര്യവും വളരെ പ്രധാനമാണ്. പലപ്പോഴും സഹോദരങ്ങളെ, നമ്മൾ എന്തു ചെയ്യും? പ്രയാസഘട്ടത്തിൽ മാത്രം റബ്ബിനോട് ഏറെ നേരം കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കും. നല്ല സന്തോഷം ഉണ്ടാകുമ്പോൾ അവനെ മറക്കുകയും ചെയ്യും, അവൻ്റെ കൽപ്പനകളെ കാറ്റിൽ പറത്തുകയും ചെയ്യും. ഇത് പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താണ്? തഅറഫ് ഇലല്ലാഹ് ഫിർ റഖാഇ യഅരിഫ്ക ഫിശ്ശിദ്ദ. നീ നിനക്ക് നല്ല സന്തോഷവും അതുപോലെ തന്നെ ആശ്വാസവുമുള്ള ഘട്ടങ്ങളിൽ അല്ലാഹുവിലേക്ക് ഏറെ നേരം നിന്റെ സമയം ചെലവഴിച്ചുകൊണ്ട് നിന്റെ റബ്ബിനോട് നീ അടുത്തുകൊണ്ടിരിക്കണം. നീ അവനെ ശരിക്കും അറിയണം. എങ്കിൽ നിനക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ അവൻ നിന്നെയും ശരിക്കും അറിഞ്ഞ് അവൻ നിനക്ക് ഉത്തരം തരും എന്ന്. ഇതുപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥനാ വേളകളിൽ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ആറാമത്തെ കാര്യമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അള്ളാഹുവിൻ്റെ പ്രത്യേകമായ നാമങ്ങളൊക്കെ എടുത്തുകൊണ്ട് ആ നാമങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുക. ആ രൂപത്തിലൊക്കെ നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിലും കാരണം വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദ്ഉഹു ബിഹാ, അള്ളാഹുവിന് ഏറ്റവും അത്യുത്തമമായ നാമങ്ങളുണ്ട്. ആ നാമങ്ങളൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണ് സുഹൃത്തുക്കളെ. അർത്ഥം പഠിക്കണം, ആശയം പഠിക്കണം. നമ്മുടെ മനസ്സുകളിൽ പ്രാർത്ഥനാ വേളകളിൽ ആ നാമങ്ങളുടെയൊക്കെ മഹത്വം നമ്മുടെ മനസ്സുകളിൽ കയറി ഇറങ്ങണം. അങ്ങനെ പ്രാർത്ഥിക്കണം എന്നാണ്. അതൊക്കെ ഓരോ സമയത്തും നമ്മൾ ഏത് നാമങ്ങൾ പ്രയോഗിക്കണം എന്നുള്ളതൊക്കെ വിശദമായി നമ്മൾ അറിയേണ്ടതാണ്. ഇപ്പോൾ ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. എന്തായാലും അസ്മാഉൽ ഹുസ്നകൾ മുഖേന ആ നാമങ്ങളിലൂടെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ആരുടെയെങ്കിലും ഹക്കോ ജാഹോ ബർക്കത്തോ കൊണ്ടല്ല പ്രാർത്ഥിക്കേണ്ടത്, ഈ വിശുദ്ധമായ നാമങ്ങൾ മുഖേനയാണ് പ്രാർത്ഥിക്കേണ്ടത്. പിന്നെ നമുക്ക് സൗകര്യം സന്ദർഭവുമൊക്കെ അനുകൂലമാണെങ്കിൽ നമുക്ക് ഖിബലയിലേക്ക് മുന്നിട്ടുകൊണ്ട് പ്രാർത്ഥിക്കുക എന്നുള്ളത്, അതുപോലെ തന്നെ നല്ല ശുദ്ധിയോടെ പ്രാർത്ഥിക്കുക എന്നുള്ളത്, അതുപോലെ തന്നെ പ്രാർത്ഥനയുടെ പ്രാരംഭം എന്ന നിലക്ക് അള്ളാഹുവിനെ ധാരാളമായി സ്തുതിക്കുന്ന ഹംദും അതുപോലെ തന്നെ അവനെ പുകഴ്ത്തുന്ന സനാഅുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പേരിൽ സ്വലാത്തും ഒക്കെ പറഞ്ഞതിൻ്റെ ശേഷം പ്രാർത്ഥിക്കുന്നതും നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഏറ്റവും ഉത്തരം കിട്ടുവാൻ നല്ല കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഉത്തമമായ സമയങ്ങൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതും പ്രധാനമാണ്. രാവിൻ്റെ അന്ത്യയാമങ്ങൾ, നമ്മൾ അത്താഴത്തിന് എഴുന്നേൽക്കുന്ന സമയം, അത് തന്നെ ആ പ്രത്യേകമായ ബറക്കത്ത് അള്ളാഹു വർഷിച്ചുകൊണ്ടിരിക്കുന്ന നേരമാണെന്ന് നമുക്കറിയാം. അതുപോലെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പ്രത്യേകം അത് തന്നെ ഒരു സമയമുണ്ട്. ആ സമയം ഏതെന്നറിയില്ല, എന്നാൽ അസർ മുതൽ മഗ്രിബ് വരെ ഏറെ പ്രാധാന്യമർഹിക്കുന്നതാണ്. അതുപോലെ തന്നെ മഴ വർഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതുപോലെ ബാങ്കും ഇഖാമത്തിൻ്റെയും ഇടയ്ക്കുള്ള സമയങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഉത്തമമായ സ്ഥലങ്ങൾ, പള്ളികൾ, പൊതുവിൽ എല്ലാ പള്ളികളും, ഹറമുകളിൽ പ്രത്യേകിച്ചും, അതുപോലെ തന്നെയുള്ള എല്ലാ സാഹചര്യങ്ങളെയും നമ്മൾ കൃത്യമായി തന്നെ മനസ്സിലാക്കുകയും വളരെ ആത്മാർത്ഥമായി ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം മനസ്സിരുത്തുകയും ചെയ്താൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രാർത്ഥനകൾ തീർച്ചയായും ഫലവത്തായി തീരും എന്ന് നമ്മൾ ആശ്വസിക്കുക. പ്രാർത്ഥനകൾ അധികരിപ്പിക്കുക. പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭ്യമാകുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ ഓരോരുത്തരെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും സർവശക്തനായ റബ്ബ് നമുക്ക് രക്ഷയും കാവലും നൽകുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.